1000 വർഷത്തെ ആയുസ് കണക്കാക്കുന്ന ഉത്തർപ്രദേശിലെ അയോധ്യയിലെ രാമക്ഷേത്ര വിസ്മയം ജനുവരി 22-ന് യാഥാർത്ഥ്യമാകും. അന്നേ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാംലല്ലയെ പ്രധാന ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കും. 24-ന് ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുക്കും. രാജ്യത്തെ രണ്ടാക്കി വെട്ടിമുറിച്ച പ്രക്ഷോഭത്തിന്റെ ബാക്കിപത്രം എന്ന നിലയിലല്ല, ബാലനായ ശ്രീരാമ ഭഗവാനെ പ്രതിഷ്ഠിച്ച ഗംഭീര ക്ഷേത്രമായാണ് ഇത് അറിയപ്പെടുക. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം 2019 നവംബറിലെ സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയത്. 2020 ഓഗസ്റ്റ് 5-ന് അയോധ്യ ക്ഷേത്രത്തിന് പ്രധാനമന്ത്രി മോദി തറക്കല്ലിട്ടു. രാജസ്ഥാനിലെ ബയാനയിലെ പ്രശസ്തമായ ബൻസി പഹാർപൂർ പിങ്ക് മാർബിൾ കല്ലുകൾ ഉപയോഗിച്ചാണ് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പ്രശസ്തമായ അക്ഷർധാം ക്ഷേത്രം, പാർലമെന്റ് സമുച്ചയം, ആഗ്ര കോട്ട എന്നിവയൊക്കെ നിർമ്മിച്ചത് ഇതേ മാർബിൾ കൊണ്ടാണ്. 3 നിലകളിലായി 54,700 ചതുരശ്ര അടി വിസ്തീർണമാണ് ക്ഷേത്രത്തിന്. 360 അടി നീളവും 235 അടി വീതിയും 161 അടി ഉയരവും. 161 അടി ഉയരമുള്ള 5 താഴികക്കുടങ്ങളും ഒരു ഗോപുരവും ഇതിലുൾപ്പെടും. 1800 കോടി രൂപയാണ് ആകെ ചിലവ്. 6 അടി ഉയരവും 5 അടി വീതിയും 2100 കിലോ തൂക്കവുമുള്ള കൂറ്റൻ മണിയാണ് ക്ഷേത്രങ്ങളിലെ അത്ഭുതങ്ങളിൽ ഒന്ന്. വില 21 ലക്ഷം രൂപ. സോമനാഥ ക്ഷേത്രം രൂപകൽപ്പന ചെയ്ത പ്രഭാകർജി സോംപുരയുടെ കൊച്ചുമകൻ ചന്ദ്രകാന്ത് ഭായി സോംപുരയുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. ഉത്തരേന്ത്യൻ ക്ഷേത്ര ശൈലിയിലാണ് പണിതതെങ്കിലും കിഴക്കേ കവാടം ദക്ഷിണേന്ത്യൻ ക്ഷേത്ര ഗോപുര ശൈലിയിലാണ് ഉള്ളത്. ചുവരുകളിൽ ശ്രീരാമന്റെ ജീവിതം ചിത്രീകരിക്കുന്ന കൊത്തുപണികൾ. മുഖ്യപ്രതിഷ്ഠ 1949 കണ്ടെത്തിയ രാംലല്ല. ഇതിനൊപ്പം ഒരു കൂറ്റൻ ശ്രീരാമ പ്രതിമയും സ്ഥാപിക്കും. ശ്രീകോവിൽ അഷ്ടഭുജാകൃതിയിലാണ്. എല്ലാ രാമനവമി ദിവസവും ക്ഷേത്രം ഒരു അപൂർവ ദൃശ്യത്തിന് സാക്ഷിയാകും. മുഖ്യപ്രതിഷ്ഠയായ രാംലല്ലയിൽ ഉച്ചസൂര്യന്റെ രശ്മികൾ ജനലിലൂടെ പതിക്കും. ഇത് ഭക്തരിൽ വിസ്മയം തീർക്കും. ശ്രീരാമന്റെ ജീവിതം ചിത്രീകരിക്കുന്ന 90 വെങ്കല പാനലുകൾ അത്ഭുതാവഹമാണ്. ഇരുമ്പിന് പകരം ചെമ്പ് കമ്പികളാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇഷ്ടിക ഇതിൽ തൊട്ടിട്ടില്ല. 70 ഏക്കറിലായി മറ്റ് ഉപദേവതാ ക്ഷേത്രങ്ങളെ വിന്യസിച്ചിരിക്കുന്നു. രാമക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകർക്കായി അയോധ്യയിൽ പുതിയ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഒരുങ്ങിക്കഴിഞ്ഞു. മര്യാദ പുരുഷോത്തം ശ്രീരാം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 30-ന് പ്രധാനമന്ത്രി മോദി നിർവഹിക്കും. ഈ വിമാനത്താവളം കേവലം ഒരു ഗതാഗത കേന്ദ്രം മാത്രമല്ല, മറിച്ച് രാമായണത്തിന്റെ ഇതിഹാസ കഥയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ക്യാൻവാസ് കൂടിയാണ്. രാമായണം പ്രമേയമാക്കിയുള്ള ചുമർചിത്രങ്ങളും കലാസൃഷ്ടികളും വിമാനത്താവളത്തിലുടനീളമുണ്ട്. വിമാനത്താവളത്തിൽ കാല് കുത്തുമ്പോൾ തന്നെ അയോധ്യയുടെ സാംസ്കാരിക പൈതൃകത്തിൽ മുഴുകുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.